അങ്ങനെ ഗൈസ് നമ്മൾ അടുത്ത ട്രെയിലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ബ്രൂസ് ട്രെയിൽ, ഇവിടുത്തെ മെയിൻ ട്രെയിലാണ്. ഇതിൻ്റെ ബ്രാഞ്ചസിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വന്നിട്ട് ഇവിടെ ആൾക്കാരൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ട്രെയിൽ പോവാതെ പോയതാണ്. ഇന്ന് ഇവിടെ ഒരൊറ്റ മനുഷ്യനില്ല. പക്ഷേ ഇന്ന് നമ്മളെന്തായാലും നടക്കുമല്ലേ, ഇന്ന് എന്തായാലും ഈ ട്രെയിൽ നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഈ ഡെവിൾസ് മോനുമെൻറ്റ് ഇതാണ് നമുക്ക് പോകാനാണ് വിചാരിക്കുന്നത്. അത് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു ട്രെയിൽ ഇന്നലെ വന്നിട്ട് തിരിച്ചു പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഒരു 7-8 കിലോമീറ്റർ ഗ്രാവൽ റോഡ്, അതായത് ടാറൊന്നും ചെയ്യാത്ത വെറുതെ ഉള്ള ചരൽ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്ത് ഫോറസ്റ്റിനകത്തുകൂടി വന്നിട്ടാട്ടോ ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കൊക്കെ വന്നിട്ട് ഇവിടെ അത്ര ഒരു സേഫ് എല്ലാം തോന്നിയിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. കാരണം ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് വന്നപ്പോഴും ആരുമില്ല. നമ്മൾ താമസിക്കുന്നത് 40 കിലോമീറ്റർ ആട്ടെ ഈ ഒരു ട്രെയിനിലേക്ക്. ഈ 40 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു വന്നിട്ട് ഒരൊറ്റ മനുഷ്യനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളിത് ഇപ്പോൾ ഇവിടെയാണ്, ഈ സൈഡ് ട്രെയിൽ വഴിയാട്ടോ നമ്മൾ പോകുന്നത്. ഈ സൈഡ് ട്രെയിൽ വഴി പോയിട്ട് ഇത് 520 മീറ്റേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് 150 മീറ്റേഴ്സ് പോയാൽ നമുക്ക് ഈ ഡെവിൾസ് മോനുമെൻറ്റ് കാണുമെന്നാണ് പറയുന്നത്. അത്രയും നമ്മൾ പോകുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ട്രെയിലുകൾ കിടക്കുക കേട്ടോ. ഡയേഴ്സ് ബേ വരെയൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഒരു ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്, ഡിസ്റ്റൻസ് മാർക്കേഴ്സ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതാണ് പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ട്രെയിൽ കയറുകയാണ്. ഇതാട്ടോ പാത്തൊക്കെ വിവരിക്കണ ബോർഡ്. ഇതൊക്കെ നോക്കി പഠിച്ചാലും നമുക്ക് കുറച്ചുകൂടി നടക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇന്നിപ്പോൾ ഇതിപ്പോൾ സൈഡ് ട്രെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈ മരത്തിലൊക്കെ ബ്ലൂ കളറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മെയിൻ ട്രെയിലാണെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും. അപ്പോൾ അതാ അവിടെ ഒരു മരത്തിൽ കണ്ടോ ബ്ലൂ മാർക്കിങ്. ഇതിപ്പോൾ നമ്മൾ സൈഡ് ട്രെയിൽ എടുത്തിട്ട് പോകുന്നതുകൊണ്ടാണ്. ആ അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞങ്ങൾ നടക്കട്ടെ. ഇതാട്ടോ പാത്ത്, തുടങ്ങിയപ്പോൾ തന്നെയുള്ള പാത്ത് ഇതാണ്. ഞങ്ങളുടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ഫുള്ള് വരുന്നത്. അപ്പോൾ ഇതാട്ടോ ഡെവിൾസ് മോനുമെൻറ്റ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തതെന്നൊക്കെയുള്ള ഹിസ്റ്ററിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡെവിൾസ് മോനുമെൻറ്റ്. ഇനി താഴോട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിൻ്റെയും താഴോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇതാട്ടോ ട്രെയിൽ. ഇതിങ്ങനെ ഇറങ്ങി അതിൻ്റെ ഇടത്തൂടി വെള്ളമൊക്കെ പോകുന്നുണ്ട്. താഴെ വരെ പോകണം. ആ ഭാഗം ഇത്തിരി സ്ലിപ്പറി ആയിരിക്കും. പക്ഷെ നമുക്ക് സൈഡ് ട്രെയിൽസൊക്കെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റണം. അപ്പം ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ഇറങ്ങി വന്ന വഴിയാട്ടോ അത്. ആ മുകളിൽ കൂടി ഇറങ്ങി വന്നാൽ ഇതാണ് ഡെവിൾസ് മോനുമെൻറ്റ്, നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ടത്. ഇവിടെയൊക്കെ ട്രെയിലുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇത് മെയിൻ ട്രെയിലാണ്, സൈഡ് ട്രെയിലാണിത്. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. കണ്ടോ, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അവിടെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് നടന്ന് ആ വെള്ളത്തിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ ഡെവിൾസ് മോനുമെൻറ്റ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു 5500 വർഷങ്ങൾ മുന്നേ തൊട്ടിട്ടുള്ള വേവ് ഫോർമേഷൻസ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു സീ സ്റ്റാക്ക് ആട്ടോ. ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സീ സ്റ്റാക്കാണ് ഈ ഡെവിൾസ് മോനുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിനി താഴോട്ട് പോയി നോക്കട്ടെ. നല്ല വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അതാണ് സൗണ്ട് കേൾക്കണത്. അതാ കണ്ടോ, ആ വാട്ടർഫോളിൻ്റെ ആണ് സൗണ്ട് കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അവിടെ ട്രെയിൽ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ശരിക്കും അങ്ങോട്ട് ട്രെയിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അവിടെ മരമൊക്കെ വീണിട്ട് ക്ലോസ്ഡ് ആണ്. എന്താ കാടിൻ്റെ ഇടയിലൊരു വെള്ളച്ചാട്ടം.
നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് ഫുള്ള് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും അവിടെ പ്രശ്നം കാണും, അല്ലെങ്കിൽ അങ്ങ് താഴെ വരെ നമുക്ക് ഇറങ്ങി പോകായിരുന്നു. ആ, ഈ ടി മീൻസ് ഡെഡ് എൻഡാണ്, ട്രെയിൽ എൻഡ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങോട്ട് പോകാൻ ഒരു വഴിയില്ല, നമുക്കിനി തിരിച്ചു പോവാം. അതാണ് അപ്പോൾ ഡെവിൾസ് മോണുമെൻ്റ് ഉണ്ട്. ശരിക്കും ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇതിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ ട്രെയിൽ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇത് കുറച്ചൊരു ട്രിക്കിയും സ്റ്റീപ്പൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. താഴെ എത്തിയിട്ട് ആ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദാഹമാല ഇറങ്ങി വന്നു കേട്ടോ. അതവിടെ ആ റെയിൽസ് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വഴി ഫുള്ള് ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുറച്ചൊരു ട്രിക്കി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാണ്ടിരുന്നത്. 2 പണിയും കൂടി നടക്കില്ല, വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് ഒത്തിരി ഒരു സ്ലിപ്പറൊക്കെയാണ്, നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഡെവിൾസ് മോണുമെൻറ്റിൻ്റെ താഴെ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളൊരു മലയായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ഫോർമേഷൻ ആയതാണ്. അപ്പോൾ അവിടെയൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഏരിയ, അടിപൊളി വ്യൂ ആട്ടോ. ഇനിയിപ്പോൾ താഴോട്ട് നമുക്കത് ഈ സ്റ്റെപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് തോന്നുന്നു, വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ, അതവിടെ ഒരു ചെറിയ വാട്ടർഫോളുണ്ട്, ഇവിടെ നിന്നൊക്കെ വെള്ളം പോകുന്നുണ്ടോ. നമ്മുടെ ട്രെയിൽ അങ്ങോട്ടാ, താഴോട്ടാ. ഓക്കെ, നോക്കട്ടെ. ആ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ താഴോട്ട് പോട്ടെ. അയ്യോ, അപ്പോൾ നമ്മൾ അവിടെ നിന്നാട്ടോ ഇറങ്ങി വന്ന് ഇനി ഇവിടുത്തെ വ്യൂ നമുക്ക് നോക്കാം. അടിപൊളി. He is contributing a stone to that creation. There you go. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി സംഭവമായിരുന്നു. അവിടെയൊക്കെ കുഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ഫുള്ള് വ്യൂ. ഫുള്ള് ഐ തിങ്ക് ഇറ്റ്സ് ജോർജിയൻ ബേ, ലൈക്ക് ജോർജിയൻ ബേയുടെ ഒരു ഫുള്ള് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഈ വെള്ളം ഭയങ്കര ഷാലോ കേട്ടോ, കുറേ ദൂരം കല്ലുകളാണ്, പക്ഷേ സ്ലിപ്പറി ആയിരിക്കും. സ്വിമ്മ് ചെയ്തുന്നവർ പ്രത്യേകം പറയുന്നുണ്ട് റിസ്ക്കാണ് എന്നുള്ളത്, കാരണം വെള്ളത്തിൻ്റെ ലെവൽ പെട്ടെന്നാണ് മാറുക. ഷാലോ ടു ഡീപ്പ് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. നമ്മൾ കയറിയ വഴിയാട്ടോ, തിരിച്ചു പോണ വഴിയാണത്. അതിൻ്റെ ഇടയിൽ കൂടിയും വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അതുപോലെ നമ്മൾ കാനഡയിൽ വന്നിട്ടുണ്ട് വേറൊരു പ്രത്യേകത കേട്ടോ, നമ്മൾ മൈലുകളോളം ഡ്രൈവ് ചെയ്താലും ചിലപ്പോൾ ഒരൊറ്റ കാറ് പോലും കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ എത്ര നേരമായെന്നറിയോ ഡ്രൈവ് ചെയ്യണം. ഇതൊരു മെയിൻ ഹൈവേ ആണ്, ഹൈവേ 6 എന്ന് പറഞ്ഞിട്ടുള്ള. ഒരു അരമണിക്കൂറിന് മേലായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു റോഡ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും നേരമായിട്ടും ഒരു വണ്ടി പോലും നമ്മളെ ബാക്കിലും ഇല്ല, നമുക്ക് എഗൻസ്റ്റായിട്ട് വന്നിട്ടും ഇല്ല. അപ്പോൾ നമ്മൾ ഡെവിൾസ് മോണുമെൻറ്റ് ട്രെയിൽ കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ക്യാബിനിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ടാറ്റ, ബൈ.